കൊല്ലത്തെ നവകേരള സദസ്സിന് വേദിയായി നിശ്ചയിച്ച ചക്കുവള്ളി ക്ഷേത്ര മൈതാനം പുറമ്പോക്ക് ഭൂമിയെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ക്ഷേത്ര മൈതാനം വേദിയാക്കുന്നതിനെതിരായ ഹർജി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണുള്ളത്. ഈ പശ്ചാത്തലത്തിൽ ഈ സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ അത് സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കുന്നത്. വിനീത വി ജി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, സർക്കാർ എന്താണ് പറയുന്നത്? വിനീത. റിജിത്ത്, ഈ മറുപടി സത്യവാങ്മൂലത്തിലൂടെയാണ് ഈ കാര്യങ്ങൾ കോടതിയെ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഈ പരിപാടി നടക്കുന്ന ഇടം അത് പുറമ്പോക്ക് ഭൂമി എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. പരിപാടി നടക്കുന്ന സ്ഥലത്തിന്റെ രൂപരേഖയടക്കം സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്ര മൈതാനം ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണെന്നും ഹർജിക്കാർ അറിയിച്ചിട്ടുണ്ട്. ഈ ദേവസ്വം വസ്തുവകകൾ അത് ദേവന്റേതാണ്. ഈ സ്കൂളിന് പ്രവർത്തനാനുമതി മാത്രമേ ഉള്ളൂവെന്നും ഈ ഹർജിയിൽ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ക്ഷേത്ര പരിസരം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സ്കൂൾ അധികൃതർക്ക് അധികാരമില്ലെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിനും അനുമതി നൽകാനാകില്ലെന്നും ഈ ഹർജിയിൽ പറയുന്നുണ്ട്. നവകേരള സദസ്സിന്റെ പരിപാടി മുഴുവനും നടക്കുന്നത് ക്ഷേത്ര പരിസരത്താണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പരിപാടി നടക്കുന്ന സ്ഥലം ക്ഷേത്രത്തിന്റെ പടനിലയമെന്നാണ് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ദീപാരാധന സമയത്താണ് പരിപാടി വെച്ചിരിക്കുന്നതെന്നും ഹർജിക്കാർ ഈ ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ പരിപാടി നടക്കുന്ന ഇടം അത് പുറമ്പോക്ക് ഭൂമിയാണെന്നും നിലവിൽ ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണെന്നും സർക്കാർ കോടതി അറിയിച്ചിരിക്കുകയാണ്. ഈ ഹർജി ഉച്ച കഴിഞ്ഞ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. ശരി, വിനീത വി ജി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.